കോടതി അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ബുസാൻ ജയിലിൽ കഴിഞ്ഞെന്ന ലീ അവിടുത്തെ ഒരു മാതൃകാ തടവുകാരനായാണ് അറിയപ്പെട്ടിരുന്നത്. പുറം ലോകം അയാളെ ഹവാസിയോങ് കൊലയാളിയായി അപ്പോഴും സംശയിച്ചിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ഫോറൻസിക് സാങ്കേതിക വിദ്യ വളർന്നു. 2019 ദക്ഷിണ കൊറിയൻ പോലീസ് പഴയ കേസുകളിലെ വസ്ത്രങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ച് വീണ്ടും പരിശോധിച്ചു. ആ പരിശോധന ജയിലിൽ കഴിയുന്ന ലീ ചുൻജോയുടെ DNA കൃത്യമായി ചേർന്നുപോയി. 30 വർഷങ്ങൾക്ക് ശേഷം ആ മുഖം ലോകത്തിന് വെളിപ്പെട്ടു. ആദ്യമൊക്കെ നിഷേധിച്ചെങ്കിലും പിന്നീട് വളരെ തണുത്ത മട്ടിൽ അയാൾ ആ സത്യം വെളിപ്പെടുത്തി. ഞാൻ തന്നെയാണത് ചെയ്തത്. ഹവാസിയോങ്ങിലെ 10 കൊലപാതകങ്ങൾ കൂടാതെ മറ്റ് 4 കൊലപാതകങ്ങളും 30ഓളം പീഡനങ്ങളും താൻ ചെയ്തതായി അയാൾ ഏറ്റുപറഞ്ഞു. വിഖ്യാത സംവിധായകൻ ബോങ് ജൂൺ ഹോ 2003 ഈ സംഭവത്തെ ആസ്പദമാക്കി മെമ്മറീസ് ഓഫ് മർഡർ എടുത്തപ്പോൾ കൊലയാളി ആരാണെന്ന് ലോകത്തിന് അറിയില്ലായിരുന്നു. സിനിമയുടെ അവസാനം നായകൻ ക്യാമറയിലേക്ക് നോക്കുന്ന ഒരു രംഗമുണ്ട്. താൻ ചെയ്തത് ഒരു സിനിമയായി മാറിയെങ്കിൽ കൊലയാളി അത് കാണാൻ തിയേറ്ററിൽ വരുമെന്നും അപ്പോൾ താൻ അയാളെ നോക്കുകയാണെന്നും സംവിധായകൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്.